മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള അതല്ലെങ്കിൽ മുൻനിര സംവിധായകരുടെ പേരെടുത്ത് പരാമർശിക്കുകയാണെങ്കിൽ നമ്മൾ അതിലൊരിക്കലും വിട്ടുപോകാത്ത ഒരു പേരായിരിക്കണം KG ജോർജ് സാറിൻ്റെ. അദ്ദേഹത്തെ മലയാളത്തിൻ്റെ ഹിച്ച്കോക്ക് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ലോക സിനിമയിലെ പ്രശസ്തനായിട്ടുള്ള സംവിധായകനായ ഹിച്ച്കോക്ക് സസ്പെൻസിൻ്റെയും അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ത്രില്ലറിൻ്റെയും രാജാവാണ്. അപ്പം ഏകദേശം അത്തരത്തിലുള്ള ഒരു ശൈലി തന്നെയാണ് മലയാളത്തിൽ KG ജോർജ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തെ മലയാളത്തിൻ്റെ ഹിച്ച്കോക്ക് എന്നുള്ളൊരു വിശേഷണത്തിന് അർഹമായത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹിച്ച്കോക്കിൻ്റെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എന്തായാലും ഒരു കൊലപാതകമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യമോ ഒക്കെ നടന്നു കാണും. അപ്പം ആ നടക്കുന്നതിന് മുൻപോ അതല്ലെങ്കിൽ പിന്നെയായിട്ടോ ആ കഥാപാത്രങ്ങളുടെ ഒരു മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ കടന്നു പോയിട്ടുള്ള അത്തരം അന്തരീക്ഷങ്ങൾ അതിനെയാണ് അദ്ദേഹം പ്രാധാന്യത്തോടു കൂടി സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഒരുപക്ഷെ ഇത്തരം ചേരുവകൾ അതിലുണ്ടാകാം. അതായത് സംശയം, കുറ്റബോധം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഹിച്ച്കോക്ക് തൻ്റെ സിനിമയിൽ പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തിയത്. പ്രത്യേകിച്ച് ഭയം പോലുള്ള വികാരങ്ങളെ. ഏകദേശം ഇതേപോലെയുള്ള ഒരു ശൈലി തന്നെയാണ് KG ജോർജ് സാറും തൻ്റെ സിനിമകളിൽ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ യവനിക, ഇരകൾ തുടങ്ങിയ സിനിമകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ കുറ്റവാളിയെ തേടുന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ആ ഒരു കൊലപാതകം സംഭവിച്ചതിനേക്കാൾ ഉപരി ആ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാനിടയായിട്ടുള്ള മനുഷ്യ മനസ്സിൻ്റെ ആ ഒരു ഇരുണ്ട വശത്തെ കുറിച്ചിട്ട് ഒന്ന് അന്വേഷിച്ചിറങ്ങാണ് KG ജോർജ് തൻ്റെ സിനിമകളോട് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഹിച്ച്കോക്കിൻ്റെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിലൊരു കൊലപാതകം നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് സിനിമ ആരംഭിക്കാനുള്ളൊരു തുടക്കം മാത്രമായിരിക്കും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും അതിലെ കഥാപാത്രങ്ങളുടെ ആ വ്യക്തിയിലെ രഹസ്യങ്ങൾ അത് സാമൂഹ്യപരമായിട്ടുള്ളതാണെങ്കിൽ പോലും പുറത്തു വരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് KG ജോർജിൻ്റെ സിനിമകളിൽ നമ്മൾ കാണുക. അപ്പം അതിന് ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ പറയാവുന്നത് ഈ കണ്ടികൂടി എന്ന് പറഞ്ഞിട്ടുള്ള KG ജോർജിൻ്റെ ആ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ സിനിമകളെ പോലെ തന്നെ ഇതിൽ തുടങ്ങുന്ന തന്നെ ഒരു ലൈംഗിക തൊഴിലാളിയുടെ ഒരു കൊലപാതകത്തോടു കൂടിയാണ് സിനിമ തുടങ്ങുന്നത്. പക്ഷെ അതല്ല അതിൻ്റെ കോർ. സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇവരെ സമൂഹം എങ്ങനെ ചൂഷണം ചെയ്തു അല്ലെങ്കിൽ ഇവരോട് ബന്ധപ്പെട്ട വ്യക്തികളുടെ കാപട്യം അതൊക്കെയാണ് തുറന്നു കാണിക്കുന്നത്. അതായത് രണ്ടുപേരുടെയും സിനിമകളിൽ സംഭവിക്കുന്ന കൊലപാതകം അല്ലെങ്കിൽ കുറ്റകൃത്യം എന്ന് പറയുന്നതായിരിക്കില്ല കോർ. അത് കഥയിലേക്ക് എത്താനുള്ള ഒരു മാർഗം മാത്രമാണ്. അതേപോലെ തന്നെ ഹിച്ച്കോക്കിൻ്റെ ഒരു സംവിധാന ശൈലി എടുത്തു നോക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഞെട്ടിക്കുന്നതിനേക്കാൾ ഉപരി അദ്ദേഹം സിനിമയെ ഒരു പതിഞ്ഞ താളത്ത് തന്നെ കൊണ്ടുപോയിട്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നൊരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കുള്ളത്. ഇതേപോലെ തന്നെയാണ് KG ജോർജും. വളരെ സാവധാനത്തിലുള്ളൊരു കഥ പറച്ചിലായിരിക്കും. കഥാപാത്രങ്ങളുടെ ദുരൂഹതയൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രീതി പതിയെയാണ് അദ്ദേഹം സിനിമകളിൽ കൂടെ പുറത്തു കൊണ്ടുവരിക. എന്നിട്ട് എന്താ പറയുക, പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിലേക്ക് തന്നെയാണ് KG ജോർജിൻ്റെ ഡയറക്ഷൻ ലെവലും ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും KG ജോർജ് സാറിൻ്റെ സിനിമകൾ കണ്ടിട്ട് ആരാധകർ ഇഷ്ടം കൊണ്ട് കൊടുത്തിട്ടുള്ള ഒരു വിശേഷണമായിരിക്കും മലയാളത്തിൻ്റെ ഹിച്ച്കോക്ക് എന്നത്. എന്നാലും ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ ഏതാണ് എന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തൂ. അതിൻ്റെ ഒരു ചെറിയൊരു കാരണം കൂടി അതേപോലെ തന്നെ ഹിച്ച്കോക്കിൻ്റെയും